ക്ഷേത്രങ്ങളിലെ ചില ചടങ്ങുകൾ രഹസ്യമായി ചെയ്യുന്നവയാണ്. ദീപാരാധനയ്ക്ക് മുൻപുള്ള ക്രിയകൾ, നിവേദ്യം സമർപ്പിക്കൽ എന്നിവ ഇത്തരത്തിൽ പെടുന്നതാണ്. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. നാഗേശ്വരനാഥ ക്ഷേത്രം. ശൈവ വൈഷ്ണവ ശാക്തേയ സമ്പ്രദായങ്ങളിൽ പരസ്പരം മത്സരബുദ്ധിയോടെ നിലനിന്നിരുന്ന പഴയ കാലത്ത് അയോധ്യയും പരിസര പ്രദേശങ്ങളും വൈഷ്ണവ ചിന്താധാരയ്ക്ക് പ്രാമുഖ്യമുള്ള പ്രദേശമായിരുന്നു. എന്നാൽ വിഭിന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ ചില അടയാളങ്ങൾ ഇന്നും നമുക്ക് അവിടെ കണ്ടെത്താനാകും. അതിലൊന്നാണ് പൗരാണികവും പ്രൗഢവും പ്രസിദ്ധവുമായ നാഗേശ്വരനാഥ ക്ഷേത്രം. ഈ ക്ഷേത്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് പുരാണ സംബന്ധമായ ഒരു ഐതിഹ്യമുണ്ട്. രാമൻ സരയൂ നദിയിൽ അവതാര പൂർത്തീകരണാർത്ഥം വിലയം പ്രാപിച്ച ശേഷം കോസല രാജ്യം ലവകുശന്മാർക്കായി തുല്യമായി വിഭജിക്കപ്പെട്ടു. ലവൻ ഉത്തര കോസലത്തിന്റെയും കുശൻ ദക്ഷിണ കോസലത്തിന്റെയും ഭരണാധിപന്മാരായി. ദക്ഷിണ കോസലത്തിന്റെ ഭാഗമായിരുന്നു അയോധ്യ. സരയൂ നദിയിൽ നീരാടുന്നതിനിടയിൽ ഒരു നാൾ കുശൻ കയ്യിൽ ധരിച്ചിരുന്ന വിജയശ്രീ എന്ന ആഭരണം നദിയിൽ വീണുപോയി. നാഗരാജാവായിരുന്ന ആ കുമുദന്റെ സഹോദരി കുമുദിതി എന്ന നാഗകന്യകയ്ക്കാണ് അത് കിട്ടിയത്. തന്റെ ആഭരണം അന്വേഷിച്ചു പോയ കുശനെ കണ്ട കുമുദിതിക്ക് കുശനോട് പ്രണയം തോന്നി. ഇതറിഞ്ഞ നാഗരാജാവ് തന്റെ സഹോദരിയെ കുശന് വിവാഹം ചെയ്തു കൊടുത്തു. കുമുദിതി ശിവഭക്തയായിരുന്നതിനാൽ കുശൻ അവൾക്ക് വേണ്ടി ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചു നൽകി. നാഗകന്യകയ്ക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയ ക്ഷേത്രമായതിനാൽ അവിടുത്തെ പ്രതിഷ്ഠ നാഗേശ്വരനാഥനായി. അനേകം സംവത്സരങ്ങൾ കടന്നുപോയി. ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞു. പ്രകൃതി മുടിയഴിച്ചാടുകയും ശാന്തമായി ഉറങ്ങുകയും ചെയ്തു. യുഗാന്തര പ്രളയങ്ങളിൽ പല നിർമ്മിതികളും നശിച്ചുപോയി. എന്നാൽ പ്രകൃതിയുടെ കാവൽക്കാരായ നാഗങ്ങൾ സംരക്ഷിച്ച നാഗേശ്വരനാഥ ക്ഷേത്രം സകല മാറ്റങ്ങളെയും അതിജീവിച്ച് നിലകൊണ്ടു. ശ്രീകോവിലിനുള്ളിൽ കൃഷ്ണശിലയിൽ തീർത്ത ശിവലിംഗമാണ് പ്രതിഷ്ഠ. ഭക്തർക്ക് ഇവിടെ പ്രവേശിച്ച് നേരിട്ട് ജലാഭിഷേകം നടത്താൻ സാധിക്കും. രാമജന്മഭൂമിയിൽ നിന്ന് കേവലം 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് നാഗേശ്വരനാഥ ക്ഷേത്രം. രാമേശ്വരം ക്ഷേത്രം പോലെ ശൈവ വൈഷ്ണവ സമന്വയത്തിന്റെ പ്രതീകമായ ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ ധാരാളം കാണാമെങ്കിലും രാമജന്മഭൂമിയിൽ തന്നെ നിലകൊള്ളുന്ന ഈ ക്ഷേത്രം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാന ഉത്സവമാണ് മഹാശിവരാത്രി. ഈ ദിനത്തിൽ നടത്തുന്ന ശിവഭാരത് അഥവാ ശിവന്റെ വിവാഹ ഘോഷയാത്ര വളരെ പ്രശസ്തമാണ്. വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അയോധ്യ നഗരിയിൽ ശൈവ തേജസിന്റെ സാന്നിധ്യം കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അലൗകിക അനുഭൂതി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ എത്തിച്ചേരുക തന്നെ വേണം. രാമനാമം ജപിച്ചൊഴുകുന്ന സരയൂ നദിയിലെ ഓളങ്ങൾക്ക് കാതോർക്കൂ. ഒരു ഡമരു നിനാദം കേൾക്കുന്നില്ലേ? ഇതെവിടെ നിന്നാണ്? സരയുവിൻ്റെ ഹൃത്തിൽ നിന്നാണോ അതോ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണോ?